അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ഹൈവേയിൽ നിന്ന് വരുന്ന വാഹനം സിഗ്നൽ കിടന്നാൽ പോലും സിഗ്നൽ ലംഘിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മേൽപ്പാലം അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ മേൽപ്പാലം വേണം, ഞങ്ങളുടെയൊക്കെ കൂട്ടായിട്ടുള്ള ശ്രമം പാലം വേണം എന്ന് തന്നെയാണ്. അപ്പോഴാണ് അവർ ഇവിടെ ഞങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഒരു അടച്ചുകൂട്ടിയ പാലം കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിർദ്ദേശമായി ആദ്യം വരുന്നത്. ഞങ്ങൾ അപ്പോൾ തന്നെ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടു. ഈ നാടിൻ്റെ സ്ഥിതി, ഈ നാടിനെ രണ്ടായിട്ടുള്ള വേർതിരിക്കുന്നത് ഇവിടുത്തെ ആ അടച്ചുകൂട്ടിയ പാലം വരുന്നതോടുകൂടി ട്രാഫിക് ബ്ലോക്ക് തന്നെ ഭയങ്കരമായിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ഉന്നത പ്രദേശമാണ്. ഈ സംയുക്ത യോഗം കൂടി ഇവിടെ ഹൈവേയിൽ പാലം വേണം, പക്ഷേ ഈ പാലം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ സുരക്ഷിതാവസ്ഥയെയും ഈ നാടിനെയും കൂടെ സംരക്ഷിക്കുന്ന രൂപത്തിലാവണം പാലം വേണ്ടത് എന്നുള്ള ആവശ്യം. ആ നിവേദനത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അവർ ഇവിടെ സാധ്യതാ പഠനം നടത്തിയിട്ട് പറഞ്ഞു, ഇവിടെ മേൽപ്പാലം അടച്ചുപൂട്ടിയ പാലം വേണ്ട, ഇവിടെ നമ്മുടെ തൂണുകളിലുള്ള പാലം തന്നെ ആവശ്യമുള്ള ഒരു ഏരിയയാണ് എന്ന് അവർക്ക് ബോധ്യമായി. അവർക്കെല്ലാം ബോധ്യമായി പോയതിനു ശേഷം അവർ വീണ്ടും തൂണിലെ പാലമാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് 20 മീറ്റർ ഗ്യാപ്പില് 3 തൂണുകളുള്ള പാലമാണ് അവരിവിടെ ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ 20 മീറ്റർ ഗ്യാപ്പിൽ ഇവിടെ ഒരു പാലം വന്നാൽ ഇവിടെ വല്ലാത്ത ട്രാഫിക് ഉണ്ടാവും, വല്ലാത്ത ഒരു അസ്വസ്ഥത ഉള്ള ഈ നാടായിട്ട് മാറും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഹൈവേ അതോറിറ്റിക്കാരോടെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഗവൺമെന്റിന്റെ ഓർഡറുണ്ട്, അതായത് NH 240/34/2023H എന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേയും കേരള ഗവൺമെന്റും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഈ എഗ്രിമെന്റ് പ്രകാരം പറയുന്നത്, ഇവിടെ നമുക്ക് 4 cities towns having more than 50,000 population as per last available census, അതായത് 50,000-ലധികം പോപ്പുലേഷൻസ് വരുന്ന പ്രദേശങ്ങളിൽ 30 മീറ്റർ ഗ്യാപ്പുള്ള 5 സ്പാൻ തൂണിലുള്ള പാലമാവണം നിർമ്മിക്കേണ്ടതെന്നാണ്. അതാണ് നിയമം. ഞങ്ങൾ പറയുന്നത് ഈ നിയമം ഇവിടെ നടപ്പിലാക്കുക എന്നുള്ള ആവശ്യമാണ്. പക്ഷേ അവർ ഇതിന് തയ്യാറാവാതെ വന്ന സാഹചര്യത്തിൽ വീണ്ടും സംയുക്ത സമരസമിതി ബഹുമാന്യനായിട്ടുള്ള മന്ത്രി സഖാവ് വി ശിവൻകുട്ടിയെ സമീപിക്കുകയും സഖാവ് വി ശിവൻകുട്ടി കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ ചേംബറിൽ വെച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു. അതിൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടറും കൂടിയാണ് ഇതുപോലെ പങ്കെടുത്തു. പക്ഷെ അതിൽ വെച്ചുകൊണ്ട് മന്ത്രി തന്നെ പറഞ്ഞു, നിയമം അനുശാസിക്കുന്ന രൂപത്തിലുള്ള പാലമാവണം ഇവിടെ ഉണ്ടാവേണ്ടത്.